എഫ് കൊടുക്ക. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക. ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ ഒരുമയുടെ ആഘോഷം എന്ന പാഠമാണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി, ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി, പല പല ഉത്സവങ്ങളെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലേ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പാഠഭാഗം തുടർന്ന് വായിച്ചു നോക്കിയാലോ. പെരുന്നാൾ വിശേഷം. ആമിനയുടെ വീട്ടിൽ നോമ്പുതുറയാണ്. കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. നോമ്പ് തുറന്നു. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. ഞായറാഴ്ചയാണ് പെരുന്നാൾ. എല്ലാവരും വരണേ, ആമിനയുടെ ഉമ്മ പറഞ്ഞു. പെരുന്നാൾ എത്തി. പുതിയ ഉടുപ്പിട്ട് കൂട്ടുകാർ വന്നു. ആമിനയും കൂട്ടുകാരും മൈലാഞ്ചി ഇട്ടു. കൂട്ടുകാർ കണ്ടോ എന്തൊക്കെയാണ് പെരുന്നാളിന് നടക്കുന്നതെന്ന്? അപ്പം നോമ്പ് തുറ കൂട്ടുകാർ കേട്ടിട്ടുണ്ടല്ലേ. നോമ്പ് തുറക്കി കൂട്ടുകാർ ആരൊക്കെയാണ് വിളിക്കാറുള്ളത്? ആമിനയുടെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ടുണ്ടല്ലേ ഒരു ദിവസം നോമ്പ് തുറക്കി. അപ്പോൾ നമുക്കൊന്നുകൂടെ വായിച്ചു നോക്കിയാലോ. ആമിനയുടെ വീട്ടിൽ നോമ്പുതുറയാണ്. കൂട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. നോമ്പ് തുറന്നു. എല്ലാവരും ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. ഞായറാഴ്ചയാണ് പെരുന്നാൾ. എല്ലാവരും വരണേ. അപ്പോൾ പെരുന്നാളിന് വരണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലേ ആമിനയുടെ ഉമ്മ പറഞ്ഞു. പെരുന്നാൾ എത്തി. പുതിയ ഉടുപ്പിട്ട് കൂട്ടുകാർ വന്നു. ആമിനയും കൂട്ടുകാരും മൈലാഞ്ചി ഇട്ടു. അപ്പോൾ പെരുന്നാളിന് എന്തൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളതെന്നൊക്കെ നമ്മൾ നോക്കിയല്ലേ. ഇവിടെ ആമിനയും കൂട്ടുകാരെയൊക്കെ പെരുന്നാൾ ആഘോഷിക്കാൻ വിളിച്ചിരുന്നു അല്ലേ. എന്നിട്ടോ കൂട്ടുകാർ മൈലാഞ്ചി ഇടുന്ന ചിത്രം കണ്ടോ. ആമിനയുടെ ഉമ്മ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണല്ലേ. ഇനി നമുക്ക് എന്താഘോഷമാണ് പറയാനുള്ളത്? ക്രിസ്മസിനെ കുറിച്ച് പറയാനുണ്ടല്ലേ. ക്രിസ്മസ് ആഘോഷം. അപ്പോൾ ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിച്ചോ. അപ്പോൾ കുറച്ച് വാക്യങ്ങൾ കൊടുത്തത് കണ്ടോ കൂട്ടുകാരിവിടെ. ക്രിസ്മസ് എത്തി. പിന്നെന്താ കൊടുത്തേ? കരോൾ സംഘം പാട്ടുപാടി. പിന്നെയോ ക്രിസ്മസ് കേക്ക് മുറിച്ചു അല്ലേ. അതിൽ ചില വാക്യങ്ങൾ നമ്മളാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഒന്നുകൂടെ വായിക്കൂ കൂട്ടുകാർ. ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് എത്തി. പിന്നെ എന്താ ഉണ്ടായത്? ക്രിസ്മസ് വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ആദ്യം എന്താ നമ്മൾ ചെയ്യുന്നത്? നക്ഷത്രവിളക്ക് തൂക്കും അല്ലേ. കൂട്ടുകാർ നക്ഷത്രവിളക്ക് തൂക്കാറുണ്ടോ? അപ്പോൾ നക്ഷത്രവിളക്ക് തൂക്കി എന്നെഴുതാം അല്ലേ. പിന്നെയോ കരോൾ സംഘം പാട്ടുപാടി അല്ലേ. പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ? പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് സമ്മാനങ്ങൾ തരും അല്ലേ, അതെഴുതാം. പിന്നെ ക്രിസ്മസ് കേക്ക് മുറിച്ചു എന്നെഴുതാം അല്ലേ. അപ്പം എന്തൊക്കെ എഴുതി ചേർക്കാം നമുക്ക്? ക്രിസ്മസ് എത്തി, നക്ഷത്രവിളക്ക് തൂക്കി, പുൽക്കൂടൊരുക്കി, കരോൾ സംഘം പാട്ടുപാടി, പിന്നെയോ ക്രിസ്മസ് അപ്പൂപ്പൻ വന്ന് സമ്മാനങ്ങൾ നൽകി, ക്രിസ്മസ് കേക്ക് മുറിച്ചു അല്ലേ. പിന്നെയും കൂട്ടുകാർക്ക് ഒത്തിരി വാക്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി ചേർക്കാം അല്ലേ. അപ്പം എന്തൊക്കെയാണ്? ക്രിസ്മസ് എത്തി, നക്ഷത്രവിളക്ക് തൂക്കി, പിന്നെയോ കരോൾ സംഘം പാട്ടുപാടി, പുൽക്കൂടൊരുക്കി, പിന്നെയോ ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനങ്ങൾ നൽകി, പിന്നെ ക്രിസ്മസ് കേക്ക് മുറിച്ചു അല്ലേ. ഇനി അപ്പം നമ്മൾ പെരുന്നാൾ വിശേഷങ്ങൾ കണ്ടു, ക്രിസ്മസ് ആഘോഷങ്ങൾ കണ്ടു. കൂട്ടുകാർ കണ്ടോ ഇവിടെ ചിത്രത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, കരോൾ സംഘം വരുന്നത് കണ്ടോ? പിന്നെയോ ഇവിടെ എന്താണ്?
ക്രിസ്മസ് ട്രീ കണ്ടോ കൂട്ടുകാർ? ക്രിസ്മസ് ട്രീയിൽ ഒത്തിരി അലങ്കാരങ്ങളുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ക്രിസ്മസും ആഘോഷിച്ചു, പെരുന്നാളും ആഘോഷിച്ചു. ഇനി എന്താണ് കൂട്ടുകാർ ആഘോഷങ്ങളുള്ളത്? നമ്മൾ നോക്കിയല്ലേ ഉത്സവമേളം അല്ലേ. അപ്പം നമുക്ക് ഉത്സവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാലോ? നോക്കാം. ഉത്സവമേളം ഢും ഢും പട പട ഢും ഢും പട പട അല്ലേ. എങ്ങനെയാണ്? ചെണ്ടമേളം ഉയർന്നതിൻ്റെ ശബ്ദമാണല്ലേ കേൾക്കുന്നത്. ഢും ഢും പട പട ഢും ഢും പട പട. ചെണ്ടമേളം ഉയർന്നു അല്ലേ. അങ്ങനെയാണ് ചെണ്ടമേളത്തിൻ്റെ ശബ്ദം അല്ലേ. പിന്നെയോ നെറ്റിപ്പട്ടം കെട്ടി മുത്തുക്കുട ചൂടി കൊമ്പനാനകൾ അല്ലേ. നെറ്റിപ്പട്ടം കെട്ടി പിന്നെ മുത്തുക്കുട ചൂടി നിൽക്കുന്ന കൊമ്പനാനകളുണ്ട്. മേളക്കാർ നിരന്നു നിന്നു അല്ലേ. തോരണം തൂക്കിയ വഴിയിലൂടെ ഘോഷയാത്ര നീങ്ങി. ഠേ ഠേ കദീന വെടി പൊട്ടി. ഉത്സവച്ചന്തയിൽ ബലൂൺ, പീപ്പി, മാല, വള, പലഹാരങ്ങൾ, ഉത്സവം പൊടി പൂരം അല്ലേ. കൂട്ടുകാർ ഉത്സവങ്ങൾ കണ്ടിട്ടുണ്ടോ? ഘോഷയാത്ര കണ്ടിട്ടുണ്ടോ? അവിടെ എന്തെല്ലാമാണ് ഉണ്ടാവുക? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഉത്സവമേളം. നമുക്ക് വായിച്ചു നോക്കിയാലോ? ഒന്നുകൂടെ വായിക്കാം അല്ലേ. ഢും ഢും പട പട ഢും ഢും പട പട. ചെണ്ടമേളം ഉയർന്നു. നെറ്റിപ്പട്ടം കെട്ടി മുത്തുക്കുട ചൂടി കൊമ്പനാനകൾ. മേളക്കാർ നിരന്നു നിന്നു. തോരണം തൂക്കിയ വഴിയിലൂടെ ഘോഷയാത്ര നീങ്ങി. ഠേ ഠേ കദീന വെടി പൊട്ടി. പിന്നെയോ ഉത്സവച്ചന്തയിൽ ബലൂൺ, പീപ്പി, മാല, വള, പലഹാരങ്ങൾ, ഉത്സവം പൊടി പൂരം അല്ലേ. കൂട്ടുകാർ ചിത്രത്തിൽ കണ്ടില്ലേ ഇവിടെ? മേളക്കാരെ കണ്ടു, നെറ്റിപ്പട്ടവും മുത്തുക്കുട ചൂടി നിൽക്കുന്നതുമായിട്ടുള്ള ആനയെ കണ്ടു. ആനയുടെ പുറകിലെന്താ? വെഞ്ചാമരം ഉണ്ടല്ലേ. പിന്നെയോ ബലൂൺ കണ്ടു, ഘോഷയാത്രയിലുള്ള ആളുകളെ കണ്ടു ചിത്രത്തിലല്ലേ. ഇനി താഴെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാർ ശ്രദ്ധിച്ചോ. നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് പറയൂ, ചിത്രം വരയ്ക്കൂ. ഇത് കൂട്ടുകാർ ചെയ്യണം. ഇപ്പം നമ്മൾ ഉത്സവമേളത്തിൽ ഉത്സവത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതും കൂട്ടുകാർ കേട്ടു. പിന്നെ ഇപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലും ഉത്സവത്തെ പറ്റി പറഞ്ഞത് കൂട്ടുകാർ വായിച്ചു അല്ലേ. ഇതൊക്കെ വെച്ച് ഇനി കൂട്ടുകാർ ഉത്സവം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉത്സവത്തെക്കുറിച്ചാണ് പറയേണ്ടത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ ഉത്സവത്തിൽ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഒരു ചിത്രം വരയ്ക്കണം. ദാ ഇതുപോലെ കണ്ടോ. അപ്പോൾ കൂട്ടുകാരും ഉത്സവത്തെ പറ്റി പറയണം, ചിത്രം വരയ്ക്കണം. കേട്ടോ? ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? എഴുതാം അല്ലേ. ഇനി നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് കൊടുത്തിരിക്കുന്നത്. വാക്യങ്ങൾ ഉണ്ടാക്കാൻ ഒത്തിരി വസ്തുക്കൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് നോക്കൂ. ഓന്ത് തന്നിട്ടുണ്ട്, പപ്പായ തന്നിട്ടുണ്ട്, ഊഞ്ഞാല് തന്നിട്ടുണ്ട്. പിന്നെയോ ഉരൽ തന്നിട്ടുണ്ട്, ഓല തന്നിട്ടുണ്ട്, ഒട്ടകം, പൂച്ച, പിന്നെയോ മുയലും ഞണ്ടും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് അവർ പറയുന്നത്? നമുക്ക് ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതിൽ ഒന്ന് തന്നിട്ടുണ്ടല്ലേ, ഏതാണ്? ഒട്ടകം ഓടി. പിന്നെ ഒന്നുകൂടെ തന്നിട്ടുണ്ട്, പൂച്ച ഉരലിൽ കയറി. ഇനി അതുപോലെ ഈ വാക്കുകൾ വെച്ചിട്ടുള്ള വാക്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുമോ? എളുപ്പമാണല്ലേ. നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് ആദ്യം എഴുതിയിരിക്കുന്നത്? ഒട്ടകം ഓടി. പിന്നെ ഓന്താണല്ലേ. ഓന്തെന്താ ചെയ്യുക? ഓന്തും ഓലയും ചേർത്ത് എഴുതാം അല്ലേ. ഓന്ത് ഓലയിൽ ഇരുന്നു എന്നെഴുതാം അല്ലേ. പിന്നെയോ പപ്പായയിലോ? പപ്പായ വെച്ചിട്ടൊരു വാക്യം എഴുതിയാലോ. പപ്പായ പഴത്തിന് നല്ല മധുരം അല്ലേ. പപ്പായ പഴത്തിന് നല്ല മധുരം അങ്ങനെ എഴുതാം അല്ലേ. പിന്നെയോ ഊഞ്ഞാൽ വെച്ചിട്ട് പറയൂ. അമ്മു ഊഞ്ഞാലാടി എന്നെഴുതാം അല്ലേ.
പിന്നെ ഉരലും പൂച്ചയും ചേർത്തിട്ട് പൂച്ച ഉരലിൽ കയറി എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. പിന്നെയോ ഒട്ടകം ഓടി എന്ന് എഴുതിയിട്ടുണ്ട്. മുയൽ വെച്ചിട്ട് പറയൂ. മുയൽ ചാടി ചാടി വന്നു അല്ലേ, അങ്ങനെ എഴുതാം അല്ലേ. പിന്നെയോ ഞണ്ട് കാലിൽ ഇറുക്കി അല്ലേ, ഞണ്ട് ഇറുക്കുക എന്നാണല്ലേ പറയാ. ഞണ്ട് കാലിൽ ഇറുക്കി. അപ്പോൾ കൂട്ടുകാരൊന്നുകൂടി വായിക്കൂ വാക്യങ്ങൾ. ഒട്ടകം ഓടി, ഓന്ത് ഓലയിൽ ഇരുന്നു. പിന്നെയോ പപ്പായ പഴത്തിന് നല്ല മധുരം, അമ്മു ഊഞ്ഞാലാടി. മുയൽ ചാടി ചാടി വന്നു, ഞണ്ട് കാലിൽ ഇറുക്കി, പൂച്ച ഉരലിൽ കയറി അല്ലേ. ഇനി ഒത്തിരി വാക്യങ്ങൾ കൂട്ടുകാർക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് വാക്യങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലേ. നമ്മൾ ഒത്തിരി വാക്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ കൂട്ടുകാരിനി ഒറ്റയ്ക്ക് വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഉണ്ടാക്കാനുള്ളത്? നിർമ്മിക്കാം ചിരട്ട ചെണ്ട. കൂട്ടുകാർ ചിരട്ട ചെണ്ട കണ്ടിട്ടുണ്ടോ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ചിരട്ടയുടെ മുകളിൽ കട്ടിക്കടലാസ് വലിച്ചു കെട്ടിയിട്ട് ഈർക്കിൾ കൊണ്ട് കൊട്ടി നോക്കുമ്പോൾ നല്ല ശബ്ദം കേൾക്കാൻ പറ്റുമല്ലേ. അങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ചിരട്ട ചെണ്ട ഉണ്ടാക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെ ചിരട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ടോ ഒരു കട്ടിക്കടലാസ് അതിൻ്റെ മുകളിൽ വലിച്ചു കെട്ടിയിട്ടുണ്ടല്ലേ. എന്നിട്ടോ ഈർക്കിൾ കൊണ്ട് കൊട്ടി നോക്കുമ്പോൾ നമുക്ക് നല്ല ശബ്ദം കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് ചിരട്ട ചെണ്ട ഉണ്ടാക്കുന്നത്. ഇനി പാടാം, രസിക്കാം. എന്തിനെ കുറിച്ചുള്ള പാട്ടാണ് കൂട്ടുകാരെ ഇത്? മൂവർണ്ണക്കൊടിയെ കുറിച്ചുള്ള പാട്ടാണല്ലേ. നമ്മൾ സ്വാതന്ത്ര്യദിന പതിപ്പ് ഉണ്ടാക്കിയപ്പോൾ മൂവർണ്ണക്കൊടി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. മൂവർണ്ണക്കൊടിയെക്കുറിച്ചുള്ള പാട്ടുകളും കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് മൂവർണ്ണക്കൊടിയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. നമുക്ക് പാടി നോക്കിയാലോ. പാട്ടിൻ്റെ പേരെന്താണ്? വാനിലുയർന്നു പറക്കട്ടെ. ചന്തമിഴുന്നൊരു മൂവർണ്ണക്കൊടി വാനിലുയർന്നു പറക്കുന്നു. കുങ്കുമവും തൂവെള്ളയുമടിയിൽ പച്ചയുമൊന്നായി ചേരുന്നു. നടുവിൽ നീല നിറത്തിൽ ചക്രം വിളങ്ങിടുന്നു ചന്തത്തിൽ. നമ്മുടെ നാടിൻ പതാകയാണിത്, ഭാരത നാടിൻ അഭിമാനം. എന്താണ് കൂട്ടുകാരെ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? മൂവർണ്ണക്കൊടി വാനിലുയർന്ന് പറക്കുകയാണല്ലേ. എന്തൊക്കെയാണ് മൂവർണ്ണക്കൊടിയുടെ നിറങ്ങൾ? മൂവർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 നിറങ്ങളാണല്ലേ. ഏതൊക്കെ നിറങ്ങളാണ്? മുകളിൽ കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, പിന്നെയോ താഴെ പച്ച നിറവും അല്ലേ. നടുവിലോ? നടുവില് നീല നിറത്തില് അശോകചക്രം ഉണ്ടല്ലേ. അത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. നമ്മുടെ നാടിൻ്റെ പതാകയാണല്ലേ. അപ്പോൾ അത് നമ്മുടെ നാടിന് അഭിമാനമായിട്ടുള്ള
പതാകയാണ് എന്നാണ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നുകൂടെ പാടി നോക്കിയാലോ? ചന്തമിഴുന്നൊരു മൂവർണ്ണക്കൊടി വാനിലുയർന്നു പറക്കുന്നു. കുങ്കുമവും തൂവെള്ളയുമടിയിൽ പച്ചയുമൊന്നായി ചേരുന്നു. നടുവിൽ നീല നിറത്തിൽ ചക്രം വിളങ്ങിടുന്നു ചന്തത്തിൽ. നമ്മുടെ നാടിൻ പതാകയാണിതു ഭാരത നാടിൻ അഭിമാനം. നമ്മളിപ്പോൾ മൂവർണ്ണക്കൊടിയെക്കുറിച്ചുള്ളൊരു പാട്ട് കേട്ടു അല്ലേ? മൂവർണ്ണക്കൊടിയെക്കുറിച്ച് പാടുമ്പോൾ എല്ലാവരും ചിരിച്ച് നിൽക്കുന്നത് കണ്ടോ? നമ്മുടെ നാടിൻ്റെ അഭിമാന പതാകയാണല്ലേ ഇത്. ശരി, ഇനി ചങ്ങാതി തത്ത അല്ലേ? അപ്പം നമ്മൾ ഇവിടെ കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ടല്ലേ ഈ പാഠത്തിൽ. ഞാ, ഞ, ഓ, ഊ, ഉ, ഘ, യ, സ, ഡ, പ, ച, ഓ അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം അത് വെച്ചിട്ടുള്ള വാക്കുകൾ എഴുതി നോക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഈ പ്രവർത്തനം കൂട്ടുകാർ ചെയ്തു നോക്കണം. നമ്മൾ ഒത്തിരി വാക്കുകൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്തൊക്കെയാ? ഓ വെച്ചിട്ട് പറയൂ. ഓണം. ഊ വെച്ചിട്ട് ഊഞ്ഞാൽ, ഉത്സവം. പിന്നെയോ? ഭായോ പപ്പടം, ചെണ്ട അല്ലേ? ഉണ്ടാ വെച്ചിട്ട്. പിന്നെ ഘ വെച്ചിട്ടോ ആഘോഷം അല്ലേ? പിന്നെയോ? പിന്നെ ഘോഷയാത്ര. പിന്നെ അങ്ങനെ ഒത്തിരി വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ വാക്കുകളൊക്കെ എഴുതി നോക്കണം. കണ്ടോ? ബലൂണിലെ അക്ഷരങ്ങൾ കണ്ടില്ലേ? ഈ അക്ഷരങ്ങൾ വരുന്ന എത്ര പദങ്ങൾ ഉണ്ടാക്കാം? അപ്പോൾ കൂട്ടുകാർ ഈ പാഠത്തിൽ ഒത്തിരി പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പദങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കണം. നന്ദി കൂട്ടുകാരെ.